ഭരണഘടന ശവക്കുഴിയിലാണ്. ഈ ഭരണഘടനയ്ക്ക് അടിത്തറ പാകിയവർ ഇപ്പോൾ എവിടെ പോയി? ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലല്ല ഈ സംഭവം നടക്കുന്നത്. ഇത് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മുടെ നാട്ടിലാണ് നാഴികയ്ക്ക് 40 വട്ടം ഈ ഭരണഘടന, ഈ ഫാസിസം, BJP, ശൂലം, ഭ്രൂണം, ഗർഭിണി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ മതമൗലികവാദികൾ പ്രശ്നം ഉണ്ടാക്കുന്നു. അതേസമയം ഈ മതമൗലികവാദികൾക്കായിട്ട് ഒരു രാജ്യം 1947 തന്നെ പിരിച്ചു കൊടുത്തിരുന്നു. ആ രാജ്യം പാകിസ്ഥാനാണ്. സുന്ദര സുലഭലമാകും ആ രാജ്യം, തേനും പാലും ഒഴുകും. അതുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കളൊന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള കുറേ ഹിന്ദുക്കൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ മരണപ്പെട്ട് മണ്ണോടടിഞ്ഞു പോയി. ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. ഭരണഘടന പാകിസ്ഥാനിലുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇത് കേൾക്കണം. അതായത് ഭരണഘടന ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമായപ്പോൾ അതൊക്കെ അവരെടുത്ത് തോട്ടിലേട്ട് കളഞ്ഞു. പോരാത്തതിന് ഈ ഭരണഘടന ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പാക് സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാരും രാജിവെച്ചിരിക്കുകയാണ്. എന്തായാലും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്ന വിവാദമായ 27ാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് പാകിസ്ഥാനിൽ വലിയൊരു രാഷ്ട്രീയ ഭരണഘടനാ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഭേദഗതി അംഗീകരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ സുപ്രീം കോടതിയിലെ 2 മുതിർന്ന ജഡ്ജിമാരായിട്ടുള്ള ജസ്റ്റിസ് മൻസൂർ അലി ഷായും ജസ്റ്റിസ് അത്തർ മിന്നലെയും സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഈ മതമൗലികവാദികൾ ഇവിടെ കിടന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ആപത്തിലാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ആപത്തിലാണെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടി പിരിച്ചു കൊടുത്ത ഒരു രാജ്യമുണ്ടല്ലോ പാകിസ്ഥാൻ, അവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്. അതായത് റേപ്പ്, പെൺകുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം, ഹിന്ദു പെൺകുട്ടികളെ റേപ്പ് ചെയ്യുക, പോരാത്തതിന് മതം മാറ്റുക, തലവെട്ടുക, ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ചെയ്യാം, മതം അംഗീകരിച്ചില്ലെങ്കിൽ വഴിയിലിട്ട് പച്ചയ്ക്ക് കത്തിക്കുക, കുട്ടികളുടെയും സ്ത്രീകളുടെയും തലയിൽ കൂടെ ബോംബിടുക, വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ തലയിൽ കൂടെ ബോംബിടുക. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ. പക്ഷേ ഇവർ പറയുന്നത് അതൊക്കെ ഇവിടെയാണ് യഥാർത്ഥത്തിൽ കൂടുതലായി നടക്കുന്നത് എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ ആ സുന്ദര സുലഭമായിട്ടുള്ള രാജ്യത്തേക്ക് പൊക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ ഭയന്ന് ഇവന്മാർ പോകാനും തയ്യാറല്ല. എന്ത് തന്നെയായിരുന്നാലും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയ 27ാമത് ഭരണഘടനാ ഭേദഗതി പാകിസ്ഥാനിൽ ഒരു ഫെഡറൽ ഭരണഘടനാ കോടതി സ്ഥാപിക്കും. അത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കും. നിലവിലുള്ള സുപ്രീം കോടതി സിവിൽ ക്രിമിനൽ വിഷയങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ജസ്റ്റിസ് മൻസൂർ അലി ഷാ തൻ്റെ രാജിക്കത്തിൽ ഈ ഭേദഗതി പാകിസ്ഥാൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഗുരുതര ആക്രമണമാണിതെന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹം തൻ്റെ രാജിക്കത്തിൽ എഴുതി, ഇത് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഇല്ലാതാക്കുന്നു, ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിന് കീഴിൽ കൊണ്ടുവരുന്നു, ഭരണഘടനാ ജനാധിപത്യത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗത്തെ ബാധിക്കുന്നു. അതിന് പാകിസ്ഥാനിൽ ജനാധിപത്യം ഉണ്ടെങ്കിലല്ലേ ജനാധിപത്യത്തിൻ്റെ കാതലിനെ ബാധിക്കേണ്ടതുള്ളൂ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ജസ്റ്റിസ് അത്തർ മിനുള്ള തൻ്റെ രാജിക്കത്തിൽ തൻ്റെ രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ രാജിക്കത്തിൽ ഇങ്ങനെ എഴുതി, ഞാൻ സംരക്ഷിക്കുമെന്ന് സത്യം ചെയ്ത ഭരണഘടന ഇനി നിലവിലില്ല. 27ാം ഭേദഗതിയുടെ അടിത്തറ ഭരണഘടനയുടെ ശവക്കുഴിയിലാണ്. എനിക്ക് പുതിയ സംവിധാനത്തിൽ ഒരു ജഡ്ജിയുടെ വസ്ത്രം ധരിക്കുന്നത് ഇപ്പോൾ വഞ്ചനയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. അതിനാൽ എനിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. ചീഫ് ജസ്റ്റിസിൻ്റെ നിശബ്ദതയ്ക്കും നിഷ്ക്രിയത്വത്തിനും ഇടയിൽ തൻ്റെ ഭയം പൂർത്തീകരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.